ജമാഅത്തെ ഇസ്ലാമി ഒരു സത്യസന്ധതയില്ലാത്ത പ്രസ്ഥാനമെന്നാണ് ഇപ്പോൾ ഖാലിദ് മൂസ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നതൊക്കെ നുണകളാണെന്നും ഖാലിദ് മൂസ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പല നിലയിലുള്ള വ്യാഖ്യാന വിശദീകരണങ്ങളും കള്ളസാക്ഷ്യങ്ങളാണെന്നും ഖാലിദ് മൂസ പറയുകയാണ്. വിവരങ്ങളുമായി പി വി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഖാലിദ് മൂസയ്ക്ക് പറയാനുള്ളതെന്ന് കുട്ടനോട് നമുക്ക് ചോദിക്കാം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. രൂക്ഷമായ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഖാലിദ് മൂസ എന്ന് പറയുന്ന മുൻ ഷൂറ കൗൺസിൽ അംഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു വിശ്വാസ്യതയില്ലാത്ത പ്രസ്ഥാനമാണ്, സത്യസന്ധത തൊട്ടു തീണ്ടാത്ത പ്രസ്ഥാനമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് മുൻ ഷൂറ കൗൺസിൽ അംഗം കൂടിയായ ഖാലിദ് മൂസ നദ്വി തുറന്നു പറയുമ്പോൾ അതിന് പ്രാധാന്യമേറെയാണ്. വളരെ തീഷ്ണമേറിയ വിമർശനങ്ങളാണ് മുൻ ഷൂറ കൗൺസിൽ അംഗം ഖാലിദ് മൂസ നദ്വി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ദർശനത്തിലും പ്രത്യയശാസ്ത്ര പ്രബോധനത്തിലും ജമാഅത്തെ ഇസ്ലാമി സത്യസന്ധമല്ലെന്ന ആരോപണമാണ് ഇദ്ദേഹം ഉയർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി അമീർ നുണ പറയുന്നു എന്നടക്കമുള്ള ഗുരുതര ആക്ഷേപവും ഇദ്ദേഹം ഉയർത്തുന്നുണ്ട്. സാധാരണയായി ജമാഅത്തെ ഇസ്ലാമിയിൽ ഇത്തരം തുറന്ന പറച്ചിലുകളും വിമർശനങ്ങളൊക്കെ പതിവുള്ളതല്ല. പക്ഷേ ഇദ്ദേഹം ഖാലിദ് മൂസ വളരെ കൃത്യമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ചാനലായ മീഡിയ വന്നും സ്വീകരിക്കുന്ന കടുത്ത വർഗീയ നിലപാടിൽ ശക്തമായ എതിർപ്പ് സമൂഹത്തിനിടയിൽ ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണ് മുൻ പരമാധികാര സമിതി അംഗത്തിന്റെ ഈ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജമാഅത്തെ ഇസ്ലാമി 100% സത്യസന്ധമല്ല എന്നാണ് ഖാലിദ് മൂസ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വിമർശനം. ഇക്കാര്യം അദ്ദേഹം വളരെ വിശദമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഷഹാദത്തുൽ ഫഖിൽ അഥവാ സത്യസാക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും ചിലപ്പോൾ നുണ പറയാൻ നിർബന്ധിതമാകുന്നു എന്നുള്ള ഗുരുതരമായ പരാമർശവും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കുണ്ട്. യഥാർത്ഥത്തിൽ അത് വേണ്ടതില്ല. ഒറിജിനൽ ജമാഅത്തെ ഇസ്ലാമി ബഹുസ്വര ജനാധിപത്യ ഘടനയിൽ ഫിറ്റാണ് എന്ന് സധൈര്യം പറയാനുള്ള പ്രവാചകത്വ ധീരതയാണ് ഷഹാദത്തുൽ ഫഖിന്റെ മർമ്മമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഖാലിദ് മൂസ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പല നിലയിലുള്ള വ്യാഖ്യാന വിശദീകരണങ്ങളും കള്ളസാക്ഷ്യമാണോ എന്ന് പരിശോധിക്കണം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ദാവൂദ് ഉൾപ്പെടെയുള്ള ഷൂറ കൗൺസിൽ അംഗങ്ങളൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ കള്ളമാണോ എന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു വളരെ കൃത്യമായ ഒരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഷഹാദത്തുൽ ഹഖും UDF-ഉമായുള്ള രാഷ്ട്രീയ സഹകരണം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വൈരുദ്ധ്യമില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും ജമാഅത്തെ ഇസ്ലാമി അമീറിനും ഒരുപോലെ വ്യക്തത വേണ്ടതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഖാലിദ് മൂസ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് പോലും ഈ സഖ്യം UDF-ഉമായുള്ള സഖ്യത്തിനകത്ത് ഭിന്ന സ്വരമുണ്ട്, ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഖാലിദ് മൂസയുടെ നിലപാടിലൂടെ വ്യക്തമാവുന്നത്. ഷൂറ കൗൺസിൽ അംഗവും ജമാഅത്തെ ഇസ്ലാമി ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ C ദാവൂദ് പറയുന്ന പച്ച നുണകളുടെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി അണികൾ തന്നെ ഖാലിദ് മൂസയുടെ പ്രതികരണം വലിയ തോതിൽ ചർച്ചയാക്കിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടൻ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗമായിരുന്ന വ്യക്തി തന്നെ ആക്ഷേപം ഉന്നയിക്കുന്ന ഈ C ദാവൂദ് എന്ന് പറയുന്ന വർഗീയ നിലപാടുകൾ പറയുന്ന മനുഷ്യനെ പിന്തുണയ്ക്കുകയാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലല്ലേ അദ്ദേഹത്തിന് അവർ പിന്തുണ നൽകുന്നത്? മനോദാണ് അദ്ദേഹം ഒരു ചാനലിലൂടെ വന്ന് എന്തും വിളിച്ചു പറയാമെന്നുള്ളത് രീതിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളീയ പൊതുസമൂഹത്തിൽ എത്രത്തോളം ആ ഒരു പ്രതിഫലം ഉണ്ടാക്കും, എത്രത്തോളം പേരുതിരിവുണ്ടാക്കും എന്നുള്ള കാര്യം ആണ് ഏറ്റവും ശ്രദ്ധേയമായത്. അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് ഖാലിദ് മൂസയുടെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദാവൂദിന്റെ ഷൂറ കൗൺസിലിന്റെ ദാവൂദിന്റെ സഹോദരനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്തെത്തിയ ഖാലിദ് മൂസ നദ്വി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതി അംഗമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്ര മാധ്യമത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ ചർച്ചയാക്കിയതിനാലാണ് ഷൂറ കൗൺസിലിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത്. അഴിമതിക്കാരെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം സംരക്ഷിക്കുന്നതായി പറഞ്ഞ് അദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരസ്യപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അന്ന് നടപടിയെടുത്ത് ഈ ഉന്നതാധികാര സമിതിയിൽ നിന്നും മാറ്റിയത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ആളായി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മനു.